ജനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ്. ശ്രീ നീലകണ്ഠ ഗുരുപരബ്രഹ്മണേ നമഃ. യാത്രാരംഭം. രാഘവൻ ദാതഗേഹം പ്രവേശിച്ചുടൻ വ്യാകുലഹീനം വണങ്ങിയരുൾ ചെയ്തു. കൈകേകിയാകിയ മാതാവ് തന്നോട് ശോകം കളഞ്ഞാലും അമ്മേ മനസ്സിതേ, സൗമിത്രിയും ജനകാത്മജയും ഞാനും സൗമുഖ്യമാർന്നു പോവാനായി പുറപ്പെട്ടു. ഖേദമകലെ കളഞ്ഞിനി ഞങ്ങൾ താതൻ ആജ്ഞാപിക്ക വേണ്ടത് വൈകാതെ. ഇഷ്ടവാക്യം കേട്ടു കയ്യേയി സാദരം പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു സുസംഭ്രമം. ശ്രീരാമനും മൈഥിലിക്കും അനുജനും ചിരങ്ങൾ വെവ്വേറെ നൽകിനാളമ്മയും. ധന്യവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു രാഘവൻ വന്യചീരങ്ങൾ പരിഗ്രഹിച്ചിടിനാൻ. പുഷ്കരലോചനാനുജ്ഞയാ വൽക്കലൻ ലക്ഷ്മണൻ താനുമുടുത്താനതു നേരം. ലക്ഷ്മി ഭഗവതിയാകിയ ജാനകി വൽക്കലം കയ്യിൽ പിടിച്ചുകൊണ്ടാകുലാൽ പക്ഷമെന്തുള്ളിൽ എന്നുള്ളതറിവാനായി തൽക്ഷണേ ലജ്ജയാ ഭർത്തൃമുഖാംബുജം ഗൂഢമായി നോക്കിനാൾ. എങ്ങനെ ഞാനിത് കടം മുടുക്കുന്നതെന്നുള്ള ചിന്തയാം. മംഗലദേവതാവല്ലഭൻ രാഘവനെ വാങ്ങി പരുഷമാം വൽക്കലം ദിവ്യാംബരോ പരിവേഷ്ടിച്ച് സൽക്കാരമാനം കലർന്നു നിന്നിടിനാൻ. എന്നത് കണ്ടോരു രാജധാരങ്ങളും അന്യരായുള്ള ജനങ്ങളുമൊക്കവേ വന്ന ദുഃഖത്താൽ കരയുന്നത് കേട്ട് നിന്നരുളിയിടും വസിഷ്ഠ മഹാമുനി. കോപേന ഭത്സിച്ചു കയ്യേ തന്നോട് താപേന ചൊല്ലിനാൻ. എന്തിതു തോന്നുവാൻ ദുഷ്ടേ നിശാചരി ദുർവൃത്ത മനസേ, കഷ്ടമോർത്തോളം കഠോരശീലേഖലേ. രാമൻ വനത്തിന് പോകണമെന്നല്ലോ താമസശീലേ വരത്തെ വരിച്ചു നീ. ജാനകി ദേവിക്ക് വൽക്കലം നൽകുവാൻ മനസ്സേ തോന്നിയത് എന്തൊരു കാരണം. ഭക്ത്യാ പതിവ്രതയാകിയ ജാനകി ഭർത്താവിനൂടെ കൂടെ പ്രയാണം ചെയ്യിൽ സർവാഭരണ വിഭൂഷിത ഗാത്രിയായി ദിവ്യാംബരം പൂണ്ട് അനുഗമിച്ചിടുക. കാനന ദുഃഖ നിവാരണാർത്ഥം പതിമാനസവും രമിപ്പിച്ചു സദാകാലം ഭർത്തൃശുശ്രൂഷയും ചെയ്തു പിരിയാതെ ചിത്തശുദ്ധ്യാചരിച്ചിടുകെന്നേവരോ. വസിഷ്ഠോക്തി കേട്ട് ദശരഥനത്വാ സുമന്ത്രരൂഢവും അരുൾ ചെയ്തു. രാജയോഗ്യന്റെ തമാശു വരുത്തുക രാജീവനേത്ര പ്രയാണായ സത്വരം. ഇത്തമുക്ത്വാ രാമഭക്താംബുജം വാർത്തപുത്ര രാമ സൗമിത്രേ ജനകജേ. രാമ രാമ ത്രിലോകവിരമാംഗഹായ മമ പ്രാണസമാനാം മനോഹരാം. ദുഃഖിച്ച ഭൂമിയിൽ വീണ ദശരഥനുൽക്കാം പഴിഞ്ഞു കരയുന്നത് നേരം. തേരും ഒരുമിച്ചു നിർത്തി സുമന്ത്രരും ശ്രീരാമദേവനും അപ്പോൾ അരുൾ ചെയ്തു. തേരിൽ കരേറുക സീതേ വിരവിൽ നീ നേരമിനി കളഞ്ഞിടരൂതേതുമേ. സുന്ദരി വന്ദിച്ചു തേരിൽ കരേറിനാൾ ഇന്ദിര വല്ലഭനാകിയ രാമനും. മനസ്സേ ഖേദം കളഞ്ഞ് ജനകന് വീണ വണങ്ങി പ്രദക്ഷിണവും ചെയ്തു. താണു തൊഴുതുടൻ തേരിൽ കരേറിനാൻ. ബാണചാപാസി തൂണിരാദികളെല്ലാം കൈക്കൊണ്ടു വന്നിച്ചു താനും കരേറിനാൻ. ലക്ഷ്മണൻ അപ്പോൾ സുമന്ത്രരും ആകുലാൽ ദുഃഖേന തേർന്നടത്തിയിടിനാൻ ഭുവനം. നിൽക്കെന്നു ചൊന്നാൻ രഘുനാഥനും. ഗച്ഛേതി വേഗാലരുൾ ചെയ്തു നിശ്ചലമായതു ലോകവും അന്നേരം. രാജീവലോചനൻ ദൂരമറഞ്ഞപ്പോൾ രാജാവ് മോഹിച്ചു വീണിതു ഭൂതലേ. ശ്രീബാലവൃദ്ധാവധി പരവാസികൾ താവം മുഴുത്തു വിലപിച്ചു പിന്നാലെ. തിഷ്ട പ്രഭോ രാമാദയാനിതേ, ദൃഷ്ടിക്ക് അമൃതമായോരു തിരുമേനി. കാണായിലെങ്ങനെ ഞങ്ങൾ പൊറുക്കുന്നു പ്രാണനോ പോയതല്ലോ മമ ദൈവമേ. തരം ചൊല്ലി വിലപിച്ച് സർവരും സുത്തരം തേരിൽ പിറകെ നടകൊണ്ടാർ. മന്നവൻ താനും ചിരം വിലാപിച്ചത് ചൊന്നാൻ പരിചാരകന്മാരോടാകുലാൽ. എന്നെ എടുത്തിനി കൊണ്ടുപോയി ശ്രീരാമൻ തന്നുടെ മാതൃഗേഹത്തിങ്കല്ലാക്കുവേൻ. രാമനെ വേറിട്ട് ജീവിച്ചു ഞാനിനി ഭൂമിയിൽ വാഴുക എന്നതില്ലെന്നു നിർണയം. എന്നത് കേട്ട ഒരു വൃത്യജനങ്ങളും മന്നവൻ തന്നെ എടുത്തു കൗസല്യതൻ മന്ദിരത്തിങ്കിലാക്കിയിടിനാരന്നേരം. വന്നോരു ദുഃഖേന മോഹിച്ച് വീണിതോ. പിന്നെ ഉണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഗിനായി മേവുന്ന കൗസല്യ തന്നോടും. ശ്രീരാമനും തമസാ നദി തന്നോട് തീരംഗമിച്ചു വസിച്ചു ദിശാമുഖേ. പാനീയമാത്ര ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൽ. ലക്ഷ്മണമില്ലും അമ്പുന്ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നോ സുമന്ത്രരുമായ ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ. പൗരജനങ്ങളും ചെന്നരികെ പൊക്കു ശ്രീരാമനെ അങ്ങ് കൊണ്ടുപോയി കൂടാകിൽ. കാനനവാസം നമുക്കുമെന്നേ വരൂ മനസ്സത്തിങ്കൽ ഉറച്ചു മരുവിനാൻ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനുമുള്ളിൽ നിരൂപിച്ചോ. സൂര്യനുദിച്ചാൽ അയക്യമില്ലവർ കാര്യത്തിനും വരും വിഗ്രമെന്നാൽ ഇവർ
ഖേദം കലർന്നു തളർന്നുറങ്ങുന്നതിരാ ബോധമില്ലിപ്പോൾ. ഇനി ഉണരും മുമ്പേ പോക നാം ഇപ്പോഴേ കൂട്ടുക തേരുന്നു രാഘവൻ. വാക്കുകൾ കേട്ട് സുമന്ത്രരും വേഗേന തേരും ഒരുമിച്ച് തന്നേരും രാഘവന്മാരും ജനകതനൂജയും. തേരിലേറിയിടിനാരേതും അറിഞ്ഞില്ല പൗരജനങ്ങൾ അന്നേരം. സുമന്ത്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ട് തെറ്റെന്നു തെക്കോട്ട് തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേന്നാൾ തങ്ങൾ ഉണർന്നു നോക്കുന്നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി. പുരമ്പുക്കൂമിവിനാൻ സീതാസമേതനാൻ രാമന സന്തതം ചേതസി ചിന്തിച്ചനുദിനം. പുത്രമിത്രാദികളോടും ഇടചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗലദേവതാവല്ലഭൻ രാഘവൻ ഗംഗാധരം ബുക്കു ജാനകി തന്നോടും മംഗലസ്നാനവും ചെയ്തു. സഹാനിജം ശൃംഗിവീരാവിദൂരേ മരുവീടിനാൻ. ദാശരഥിയും വിദേഹതനൂജിയും ജിംശവാമൂലേ സുഖേന വാണിടിനാൻ. ഗുഹസംഗമം രാമാഗമന മഹോത്സവം എത്രയും ആമോദം ഉൾക്കൊണ്ടു കേട്ടു ഗുഹൻ തഥാ. സ്വാമിയായി ഇഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്ദിപ്പാൻ പക്വ മനസ്സോടു ഭക്തൈവ സത്വരം ഭക്വാ ഫലമധുഷ്പാദികളെല്ലാം കൈക്കൊണ്ടു ചെന്നു രാമാഗ്രേ വിനിക്ഷിപ്യ ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തോ. പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചു വക്ഷസി തുഷ്ട്യാ ദൃഢമണച്ച ശ്ലേഷവും ചെയ്തു. മന്ദഹാസം പൂണ്ട് മാധുര്യപൂർവകം മന്ദേതരം കുശല പ്രശ്നവും ചെയ്തു. പഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനും മുര ചെയ്തു. ധന്യനായേനടിയനെന്നോ കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം. നൈഷാദമായുള്ള രാജ്യം ഇതും ഒരു ദൂഷണഹീനം അധീനമല്ലോ തവ. കിങ്കരനാം അടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചു കൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതം അത്ര വസിച്ചരുളയിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദ പാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ. തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോട് മുക്തഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്ക നീ വാക്യം മതീയം മമസകേ. സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം. രാജ്യം മമൈതൽ ഭവാൻ മത്സഖിയല്ലോ ഭുജനാം നീ പരിപാലിക്കാ സന്തതം. കുണ്ടഭാവം ചെറുതുണ്ടാകുകയും വേണ്ട കൊണ്ടുവരിക വടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നോ വടക്ഷീരവും ലക്ഷ്മണനോടം കലർന്നോര് കൂത്തമൻ ശുദ്ധ വടക്ഷീരബോധികളെ കൊണ്ടോ. ബദ്ധമായൊരു ജഡാമകുടത്തോടും സോദരൻ തന്നാൽ കുശതാലാദ്യങ്ങളാൽ സാദരമാദ്രസ്ഥമായ തൽപ്പസ്ഥലെ പാനീയമാത്ര മശിച്ചോ. വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പ് കൊണ്ടിടിനാൻ. പ്രാസാദമൂർത്തിനി പര്യങ്കേതാപുരാവാസവും ചെയ്തുറങ്ങിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികയെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലയെ കിടക്കുന്നത് കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി കുഹൻ ലക്ഷ്മണനോട് പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കർനേത്രനെ കണ്ടീലയോ സഖേ. പർണതൽപേ ഭുവി ദാരുമൂലേ കിടന്നർണോജനേത്രൻ ഉറങ്ങുമാറായതോ. സ്വർണ്ണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയൂടം. പള്ളിക്കുറിപ്പ് കൊള്ളും മുന്നമിന്നിക പല്ലവ പല്യങ്കസീംനീ വരാന്തരേ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കയ്യേ. മന്ദരാജിത്തമാസ്തായ കയ്യേ ഇതൻ ഹന്തമഹാപാപം ആചരിച്ചാളല്ലോ. ശ്രുത്വാ ഗുഹോക്തികളിത്തമാ ഹന്ത സൗമിത്രിയും സത്വരമുത്തരഞ്ജലിനാൻ. ഭദ്രമതേ ശൃണുമത് വചനൻ രാമഭദ്രനാമം ജീവിച്ചിടുക സന്തതം. കസ്യ ദുഃഖസ്യ ഹോ ഹേതുർജഗത്രയേ കസ്യ സുഖസ്യ വാ കോപി ഹേതുസഖേ. പൂർവജന്മാർജിത കർമ്മമത്രേ ഭുവി സർവലോകർക്കും സുഖദുഃഖ കാരണം. ദുഃഖ സുഖങ്ങൾ ദാനം ചെയ്വതിന്നാരും ഉൾക്കാമ്പിലൂർത്ത് കണ്ടാലില്ല നിർണയം. ഏകന്മമാ സുഖദാതാ ജഗതി മറ്റേകന്മമ ദുഃഖദാതാ വിധിവൃത. തോന്നുന്നത് അജ്ഞാന ബുദ്ധികൾക്ക് എപ്പോഴും തോന്നുകയില്ല ബുധന്മാർക്കതേതുമേ. ജ്ഞാനതിന്നു കർത്താവെന്നു തോന്നുന്നു മാനസതാരിൽ വൃഥാഭിമാനേന കേൾ. ലോകം നിജ കർമ്മസൂത്രബന്ധം സഖേ. ഭോഗങ്ങളും നിജകർമാനുസാരികൾ. മിത്രാരുദാസീന ബാന്ധവദ്വേഷമധ്യസ്ഥ സുഹൃജനഭേദ ബുദ്ധിഭ്രമം. ചിത്രമാത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ എത്ര ഭാവ്യതേ തത്ര യഥാ തഥാ. ദുഃഖം സുഖം നിജകർമ്മവശാഗതമൊക്കെ എന്നുൾക്കാമ്പ് കൊണ്ട് നനച്ചതിൽ യദ്യഥാഗതം തത്ര കാലാന്തരേ തൽ ഭുജിച്ചതി സ്വസ്ഥനായി വാഴണം. ഭോഗത്തിനായി കൊണ്ട് കാമിക്കുകയും വേണ്ട
ഭോഗം വിധികൃതം വർജിക്കുകയും വേണ്ട. വ്യർത്ഥമോർത്തോളം വിഷാദഹർഷാദികൾ ചിത്തേ ശുഭാശുഭം കർമ്മലോദയെ മർത്യദേഹം പുണ്യപാപങ്ങളെ കൊണ്ട് നിത്യമുൽപ്പന്നം വിധിവിഹിതം സഖേ. സൗഖ്യദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ല സുരാസുരന്മാരാലും. ലോകേ സുഖാനന്തരം ദുഃഖമായി വരും ആകുലമില്ല ദുഃഖാനന്തരം സുഖം. നൂനം ദിനരാത്രി പോലെ ഗതാഗതം മനസ്സേ ചിന്തിക്കിൽ ഇത്രയുമല്ലടോ. ദുഃഖമധ്യേ സുഖമായും വരും, പിന്നെ ദുഃഖം സുഖമധ്യസമാസ്തമായും വരും. രണ്ടും അന്യോന്യ സംയുക്തമായവനുമുണ്ടു ജലഭംഗം എന്ന പോലെ സഖേ. ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദിശോക ഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു. ഇഷ്ടമായുള്ളത് തന്നെ വരുമ്പോഴും ഇഷ്ടമല്ലാത്തത് തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരുവുന്ന ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ. ഇത്തങ്കുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തവേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതോ സത്വരൻ രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്തരുളി ചെയ്തു. തോണി വരുത്തുകെന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്നാശു വണങ്ങിനാൻ. സാമിന്യം ദ്രോണികാ സമാരുഹ്യതാം സമിത്രണ ജനകാത്മജയാ സമം. തോണി തുഴയുന്നതും അടിയൻ തന്നെ മനവവീര മമ പ്രാണവല്ലഭ. ശൃംഗിവേരാധിപൻ വാക്കു കേട്ടന്നേരം മംഗലദേവതയാകിയ സീതയെ കയ്യം പിടിച്ചു കരേറ്റി ഗുഹനുടെ കയ്യം പിടിച്ചു താനും കരേറിയിടിനാൻ. ആയുധമെല്ലാം എടുത്തു സൗമിത്രിയുമായുധമായൊരു തോണി കരേറിനാൻ. ജാതിവർഗത്തോടുകൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും. മംഗലാഭംഗിയാം ജാനകി ദേവിയും ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ. ഗംഗേ ഭഗവതി ദേവി നമോസ്തുതേ. സംഗേന ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതി നമസ്തേ നമോ. മന്ദാകിനി ദേവി ഗംഗേ നമോസ്തുതേ. ഞങ്ങൾ വനവാസവം കഴിഞ്ഞാതിരാൽ ഇങ്ങ് വന്നാൽ ബലിപൂജകൾ നൽകുവാൻ രക്ഷിച്ചുകൊള്ളുക നീ ആപത്തു കൂടാതെ ദക്ഷാരി വല്ലവേ ഗംഗേ നമോസ്തുതേ. തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പാരകൂലങ്കമീച്ചിടിനാർ. തോണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ താണു തൊഴുതപേക്ഷിച്ചാൻ മനോഗതം. കൂടെ വിടകൊള്ളുവതിനടിയിലും ഒരാടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം. പ്രാണങ്ങളെ കളഞ്ഞിടുവലല്ലായിലേണാംഗബിംബാനന ജഗദീവതേ. നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവനേവം അരുൾ ചെയ്തു. സത്യം 14 സംവത്സരം വിപിനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ. ചിത്തവിഷാദമൊഴിച്ചു വാണിയിടു നീ സത്യവിരോധം വരാ രാമഭാഷിതം. ഇത്തരം ഓരോ വിധമരുളി ചെയ്ത് ചിത്തമോദന ഗാഢാശ്ലേഷവും ചെയ്തു. ഭക്തനെ പോകുന്ന ഇച്ചിരി ഗോത്തമൻ ഭക്ത്യാ നമസ്കരിച്ചഞ്ജലിയും ചെയ്തു. മന്ദമന്ദം തോണിമേലെ കുഹൻ വീണ്ടും മന്ദിരം പൊക്കു ചിന്തിച്ചു മരുവിനാൻ. ഭരദ്വാജാശ്രമ പ്രവേശം. വൈദേഹിതനോടുകൂടവേ രാഘവൻ സോദരനോട് ഒരു മൃഗത്തെ കൊന്നു സാദരം ഭുക്ത്വാ സുഖേന വസിച്ചിതു. പാദവമൂലേ ധലാഢ്യതൽപസ്ഥലേ. മാർത്താണ്ഡദേവൻ ഉദിച്ചോരനന്തരം പാർത്ഥിവൻ അർഘ്യാതി നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായ തബൂതൻ തന്നാശ്രമപദത്തിനടുത്താതരാൽ. ചിത്തമോദത്തോടിരുന്നോരു നേരത്തുത്ര കാണായിതൊരു വടു തന്നെയും. അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ, ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം. രാമൻ ദശരഥ നന്ദനുണ്ട് തൻ ഭാമിനിയോടും അനുജനോടും വന്നു പാർത്തിരിക്കുന്നു ജാന്തികെ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കെന്നപ്പോൾ താപസശ്രേഷ്ഠനോടാ ബ്രഹ്മചാരി ചെന്നാഭോഗ സന്തോഷമോട് ചൊല്ലിയിടിനാൻ. ആശ്രമോപാന്തേ ദശരഥപുത്രനുണ്ടാതിരുവത്സല പാർത്തിരുന്നിടുന്നു. സുത്തുഹാ ഭരദ്വാജനിത്തം സമുത്തായ ഹസ്തേ സമാധായ സാർഖ്യപാധ്യാദിയം കൃത്വാ രഘൂത്തമ സന്നിധോ സത്വരം ഭക്തൈവ പൂജയിത്വാ സഹലക്ഷ്മണം. ദൃഷ്ട്വാ രമാവരൻ രാമം ദയാപരം ദൃഷ്ട്വാ പരമാനന്ദാബ്ധോ മുഴുകിനാൻ. ദാശരഥിയം ഭരദ്വാജപാദങ്ങളാശു വണങ്ങിനാൻ. ഭാര്യാനുജാന്വിതം ആശീർവചനപൂർവം മണിപുങ്കവനാശയാനന്ദമെന്നരുളി ചെയ്തു. പാദരതി സാപവിത്രയാക്കിയിടുന്നീ വേദാത്മകാമം അപ്പർണശാലാമിമാം. ഇത്തമുക്തോടജാനീയ സീതയാ സത്യസ്വരൂപം സഹാനിജം സാദരം പൂജാവിധാനേന പൂജിച്ചുടൻ ഭരദ്വാജ തപോധന ശ്രേഷ്ഠൻ അരുൾ ചെയ്തു. നിന്നോട് സംഗമമുണ്ടാക കാരണം ഇന്നു വന്നു തപസ്സാവല്യമക്കവേ. ജ്ഞാതമ്മയാ തപോധം തൻ്റെ കുപതേ ഭൂതമാഗാമികം വാ കരുണാനിധേ. ഞാൻ അറിഞ്ഞേൻ പരമാത്മാഭവാൻ കാര്യമാനുഷനായതുമായി ആ ഭൂതലേ. ബ്രഹ്മണാ പണ്ട് സംപ്രാർത്ഥിതനാകയാൽ ജന്മമുണ്ടായതു യാതൊന്നിനെന്നതും കാനനവാസാവകാശമുണ്ടായതും ഞാൻ അറിഞ്ഞിടിനേൻ എന്നതിന്നടാം. ജ്ഞാനദൃഷ്ട്യാതവ
ധ്യാനൈകജാതയാജ്ഞാനമൂർത്തേ സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ട ബുദ്ധ്യ കൃതാർത്ഥനായനഹം. ശ്രീപതി രാഘവൻ വന്ദിച്ചു സാദരം തപസ് ശ്രേഷ്ഠനോടേവം അരുൾ ചെയ്തു. ക്ഷത്രബന്ധുക്കളായുള്ളൂര് ഞങ്ങളെ ചിത്തമോദത്തോട് അനുഗ്രഹിക്കണമേ. ഇത്തം അന്യോന്യം ആഭാഷണവും ചെയ്തു. തത്ര കഴിഞ്ഞതു രാത്രി മുനിയുമായി. വാൽമീകി ആശ്രമപ്രവേശം ഉത്താനവും ചെയ്തു. ശശിമുനിപരപുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമമായ കാളിന്തി നദിയെ ഉത്തീര്യ താപസാദിഷ്ട മാർഗേണ പോയി ചിത്രകൂടാദ്രിയെ പ്രാപിച്ചിതു. ജവാൽ തത്ര വാൽമീകി തന്നാശ്രമം നിർമ്മലം നാനാമുനികുല സങ്കുലം കേവലം നാനാ മൃഗദ്വിജാകീർണം മനോഹരം ഉത്തമ വൃക്ഷലതാ പരിശോഭിതം നിത്യകുസുമബലദല സംയുതം. തത്ര ഗത്വാ സമാസീനം മുനികുലസത്തമം ദൃഷ്ട്വാ നമസ്കരിച്ചിടിനാൻ. രാമം രമാവരം വീരം മനോഹരം കോമളം ശ്യാമളം കാമദം മോഹനം കന്ദർപ്പസുന്ദരമിന്ദീവരീക്ഷണമിന്ദ്രാദി വൃന്ദാര കൈരവിവന്ദിതം പാണതൂണീർധനുർധരം വിഷ്ടപത്രാണ നിപുടം ജിഡാമകുടോജ്വലം ജാനകീ ലക്ഷ്മണോഭിതന്റെ കൂത്തമം മനവേന്ദ്രൻ കണ്ട് വാൽമീകിയും ദദാ. സന്തോഷബാഷ്പാകുലാക്ഷനായ രാഘവൻ തൻ തിരുമേനി ഘാടം പുണർന്നീടിനാൻ. നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യ പീയൂഷസാഗരം മാനുഷം പൂജയിത്വാ ജഗൽ പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം. ഭക്തിപുണ്ടർഘ്യപാദ്യാദികൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനു സാദരം പക്വാമധുര മധുഫലഭൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുതാം ഭുക്വാ പരിശ്രമം തീർത്ത് രഘുവരൻ നത്വാ മുനിവരൻ തന്നോടരുൾ ചെയ്തോ. താതാജ്ഞയാവനത്തിന് പുറപ്പെട്ട സൂതരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ. വേദാന്തിനാം ഭവതാമറിയാമല്ലോ. യാതൊരിടത്തു സുഖേന വസിക്കാവോ സീതയോടും കൂടി എന്നരുൾ ചെയ്യണം. ഇദ്ദിക്കിലൊട്ട് കാലം വസിച്ചിടുവാൻ ചിത്തെ പിരികയുണ്ടാശ മഹാമുനെ. ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗളദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി വണ്ണം അരുൾ ചെയ്തോ. സർവ്വലോകങ്ങളും നിങ്കൽ വസിക്കുന്നു സർവ്വലോകേഷു നീയും വസിച്ചിടുന്നു. ഇങ്ങനെ സാധാരണ നിവാസസ്ഥലം അങ്ങനെയാകയാൽ എന്തോ ചൊല്ലാവതം. സീതാസഹിതനായി വാഴുവാൻ ഇന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖ്യേന ദേവസിപ്പാനുള്ള മന്ദിരമാഖ്യ വിശേഷേണ ചൊല്ലുന്നതുണ്ട് ഞാൻ. സന്തുഷ്ടരായി സമസൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദേശഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മോട് സാന്തം നിനക്കോ സുഖവാസമന്ദിരം. നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്തിയാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം. നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ച് നിർദ്വന്ദ്വരായി നിസ്പൃഹരായി നിരീഹരായി തന്മന്ത്രജാപകരായുള്ള മാനുഷ തന്മനപങ്കജം തേ സുഖമന്ദിരം. ശാന്തന്മാരായി നിരഹങ്കാരികളുമായി ശാന്തരാഗദ്വേഷമാനസന്മാരുമായി ലോഷ്ടാശ്മകാഞ്ചന തുല്യമതികളാ ശ്രേഷ്ഠമതികൾ മനസ്തവ മന്ദിരം. നിങ്ങൾ സമസ്ത കർമ്മങ്ങൾ സമർപ്പിച്ചു നിങ്കലേ ദത്തമായ ഓരോ മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം തേ സുഖവാസായ മന്ദിരം. ഇഷ്ടം ലഭിച്ചിട്ടു സന്തോഷമില്ലൊട്ടും ഇഷ്ടേതര പ്രാപ്തിക്ക് അനുതാപവുമെല്ലാം സർവ്വതും ഏത് നിശ്ചയിച്ച് വാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം. ഷഡ്ഭാവവേദ വികാരങ്ങളൊക്കെയും ഉൾപ്പോവിലോർക്കിലോ ദേഹത്തിനേയുള്ളൂ. ക്ഷുദ്രഭയാസുഖ ദുഃഖാദി സർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതം. ഇത്തമുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം. യാതൊരുത്തൻ ഭവന്തം പരം ചിൽഘനം വേദസ്വരൂപം അനന്തമേകം സദാം വേദാന്തവേദ്യമാദ്യഞ്ജകൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമച്യുതം സർവഗുഹാശയസ്തം സമസ്താധാരം സർവഗതം പരമാത്മാലേപകം വാസുദേവം വരദം വരേണ്യം ജഗൽദ്വാസിനാത്മാത്മന കാണുന്നതും സദാ തസ്യ ചിത്തേ ജനകാത്മജയാ സമം നിസ്സംശയം വസിച്ചിടുക ശ്രീപദേ. സന്തതാഭ്യാസ ദൃഢീകൃത ചേതസാം സന്തതം തൽപാദസേവാരതാത്മനാം സന്തതം ത്വന്നാമന്ത്രാശുചിസന്തോഷചേതസാം ഭക്തിദ്രവാത്മനാം അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിത ചിന്താമണേ ദയാ വരിതേ. വാൽമീകിയുടെ ആത്മകഥ. കർണാമൃതന്തവ നാമമാഹാത്മ്യമോ വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ. ചിന്മയനായ നിൻ നാമമഹിമയാൽ ബ്രഹ്മമുനിയായി ചമഞ്ഞിതോ ഞാനെടോ. ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം. ജന്മമാത്ര ദ്വിജത്വം ഉന്നമനുള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ. ശൂദ്ര സമാചാര തൽപരനായ ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം.
പുത്രരെയും വളരെ ജനിപ്പിച്ചതോ നിസ്ത്രവം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി വില്ലും അമ്പും ധരിച്ചെത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തു പറിച്ചേൻ ദ്വിജന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥാ സപ്തമുനികൾ വരുന്നത് കണ്ടു ഞാൻ ഇത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാഹ്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം ദുഷ്ടനാം എന്നെയും വിദ്രുതം നിർജ്ജനേ ഘോര മഹാവനെ ദൃഷ്ട്വാസ സംഭ്രമം എന്നോടൽ ചെയ്തു ദുഷ്ടദുഷ്ടതയാ കർത്തവ്യം അത്രയ്ക്കും ദുഷ്ടമതേ പരമാർത്ഥം പറയുന്നു തുഷ്ട്യാ മുനിവരന്മാരരുൾ ചെയ്തപ്പോ നിഷ്ഠുരാത്മാവായി ഞാനും അവർകളോടിഷ്ടം മതിയൻ പറഞ്ഞേൻ ത്രിവാത്മജ പുത്രധാരാദികളുണ്ട് എനിക്ക് എത്രയും ക്ഷുത്രൽപ പീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു വഴിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണമേതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോട് മന്ദസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോടു ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്ന് ചോദിച്ചു വരുവോളം നിന്നിടും അത്രൈവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകർണി ഞാൻ വീണ്ടും പോയി ചെന്നാൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേൻ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചു കൊള്ളുന്നു ദിനം പ്രതി തൽബലമുട്ടിട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നോ ഞാൻ ചൊന്നതിനുത്തരമായവർ എന്നോട് ചൊല്ലിനാൻ നിത്യവും ചെയ്യുന്ന കർമ്മ ഗുണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ ഞാനും അത് കേട്ടു ജാത നിർവേദനായി മനസ്സേ ചിന്തിച്ച് ഓരോ തരം താപസന്മാർ നിന്നരുളുന്ന ദിക്കിന്നുതാവേന ചെന്നു നമസ്കരിച്ചിടിനേൻ നിത്യാതബോധന സംഗമഹേതുന ശുദ്ധമായി വന്നിതെന്നന്തക്കരണവും തെക്വാ ധനുഷ്യരാദ്യങ്ങളും ദൂരം ഞാൻ ഭക്തിയാ നമസ്കരിച്ചേൻ പാദസന്നിധവും ദുർഗതിസാഗരേ മഗ്നായി വീഴുവാൻ നിർഗമിച്ചിടും എന്നെ കരുണാത്മനാം രക്ഷിച്ചുകൊള്ളേണമേ ശരണാഗത രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനാം സ്പഷ്ടമേത്യുക്താപതിതം പദാന്തികേ ദൃഷ്ട്വാ മുനിവരന്മാരും അരുൾ ചെയ്തോ ഉത്തിഷ്ഠ ഭദ്രമുത്തിഷ്ഠതേ സന്തതം സ്വസ്ത്യസ്തു ചിത്തശുദ്ധി ശുദ്ധി സദാ വസ്തുതേ സദ്യഫലം വരും സജ്ജന സംഗമാദിജനാനാം മഹത്വമേതാദൃശം ഇന്നു തന്നെ തരുന്നുണ്ടൊരുപദേശം എന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്ത മാനസേ ധന്യത ബോധനന്മാരും വിചാരിച്ചു ദുർഭക്തനേറ്റം ദിജാധമനാവിവൻ ദിവ്യജനത്താൽ ഉപേക്ഷനെന്നാകിലും രക്ഷരക്ഷേത് ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയജ്ഞേന ദുഷ്ടോഭിവാം മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാൽ പരബ്രഹ്മബോധപ്രധാനേന ഇത്തഭുക്ത്വാ രാമനാമവർണ്ണദ്വയം വ്യത്യസ്ത വർണ്ണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം വരാമരത്തെ വഞ്ചവിക്ക നീ ചിത്തമേകാഗ്രമാക്കിക്കൊണ്ട നാരദം ഞങ്ങൾ ഇങ്ങോട്ട് വരുവോളവും പുനരിങ്ങനെ തന്നെ ജീവിച്ചിരുന്നിടുന്നേ ഇത്തം അനുഗ്രഹം തത്വാ മുനീന്ദ്രന്മാർ സത്തരം ദിവ്യപതാകമീച്ചിടിനാർ നത്വാമരേതി ജപിച്ചിരുന്നേനഹം ഭക്ത്യാ സഹസ്രയുഗം കഴിവോളവും പുറ്റുകൊണ്ട് എന്നുടൽ മൂടി ചമഞ്ഞത് മുറ്റം മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും ഒന്നെഴുന്നുള്ളിനാം ഗോപതിമാരുദയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചിടെന്ന് ചെന്നത് കേട്ടു ഞാൻ നിർഗമിച്ചിടേൻ നാശൂനാകുതരാൽ വാൽമീക മധ്യതോ നിന്ന് ജനിക്കിയാൽ മുനീന്ദ്രന്മാർ അഭിദാനവും ചെയ്താർ വാൽമീകിയാ മുനിശ്രേഷ്ഠൻ ഭവാൻ ബഹുലാമനായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്തെഴുന്നുള്ളി മുനികളും വന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി ഞാൻ ഇങ്ങനെയായി ചമഞ്ഞിടിനേൻ ഇന്നു സീതാസുമിത്രാത്മജന്മാരോടും നിന്നെ മുതാ കൺമതിൻ അവകാശവും വന്നിതെനിക്കുന്നം ചെയ്ത പുണ്യവും നന്നായി ഫലിച്ചു കരുണാജലനിധേ രാജീവലോചനൻ രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷാ കാണായ മൂലം വിമുക്തനായേനഹം ത്രാണാ നിപുണാ ത്രിദശാകുലപദേ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ